Hi friends, Greenlife in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുകെയിൽ താമസിക്കുന്നവർക്ക് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ സമ്മറാണ്. നമുക്ക് ഇവിടെ സമ്മർ കിട്ടുന്നത് ഒരു 5-6 മാസത്തേക്ക് മാത്രമാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ ആ സമയത്തിനുള്ളിൽ വിളവെടുക്കാൻ പ്രായമാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മൾ സീഡിൽ നിന്നും മുളപ്പിച്ച് തുടങ്ങേണ്ടത്. ഞാൻ ഇന്നിവിടെ ബീട്രൂട്ട് എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ബീട്രൂട്ട്. ബീട്രൂട്ടിൻ്റെ സീഡ് മുളപ്പിക്കുന്നതിനായിട്ട് ഞാനിവിടെ മൾട്ടിപർപ്പസ് കമ്പോസ്റ്റാണ് സീഡ് ട്രേയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കള്ളികളായിട്ടുള്ള സീഡ് ട്രേ എടുക്കുന്നതാണ് നല്ലത്. ഇതാണ് ബീട്രൂട്ടിൻ്റെ സീഡ്. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള അത്യാവശ്യം വലുപ്പമുള്ള സീഡാണ് ബീട്രൂട്ടിനുള്ളത്. ഇതുപോലെ സീഡ് ട്രേയിൽ ഓരോ കള്ളികളിലും ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഒരു സീഡ് വെച്ച് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ 2 സീഡ് വെച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും കരുത്തായിട്ട് വരുന്ന ചെടി മാത്രം നിർത്തി മറ്റേത് ഞുള്ളിക്കളഞ്ഞ് അങ്ങനെയും നടാവുന്നതാണ്. സീഡ് ട്രേ എടുക്കാനില്ലാത്തവർ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് അതിൻ്റെ അടിയിൽ വെള്ളം പോകുന്നതിനുള്ള ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് മണ്ണ് നിറച്ച് വിത്തിട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. സീഡ് നട്ടതിന് ശേഷം 7 തൊട്ട് 21 ദിവസം വരെയാണ് മുളയ്ക്കാൻ സമയം എടുക്കുന്നത്. അത് നമ്മളുടെ താമസിക്കുന്നിടത്തെ കാലാവസ്ഥ അനുസരിച്ചും നമ്മൾ നടുന്ന സീഡിന്റെ വെറൈറ്റി അനുസരിച്ചും മാറി വരും. സീഡ് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഒത്തിരി മണ്ണിടാതെ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് മാത്രം ഒന്ന് മൂടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ സീഡ് മുളയ്ക്കാതെ വരും. അതുപോലെ തന്നെ മണ്ണ് ആദ്യമേ തന്നെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് സീഡ് ഇടുവാണെങ്കിൽ പിന്നീട് നമ്മൾ നനയ്ക്കുമ്പോൾ സീഡ് മണ്ണിന്റെ അടിയിലേക്ക് ഒത്തിരി ആഴത്തിലേക്ക് പോകാതിരിക്കും. അങ്ങനെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സീഡ് മുളച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സീഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി പഴക്കമുള്ള സീഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റുകളിലും ഗാർഡൻ സെന്ററുകളിലും എല്ലാം സീഡ് അവൈലബിൾ ആണ്. ഇതുപോലെ ചെറുതായിട്ട് മാത്രം ആ സീഡ് നട്ടതിന് ശേഷം മണ്ണിട്ട് മൂടി കൊടുത്താൽ മതി. നന്നായി വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വേണം ഇത് വെച്ചു കൊടുക്കാൻ. സീഡ് നട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം. ബീട്രൂട്ട് ധാരാളം വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഈർപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കണം. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുത്തനെ ഒഴിച്ചു കൊടുക്കാതിരിക്കണം. കുത്തനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ സീഡ് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അത് പിന്നെ മുളച്ചു വരില്ല. ഇതൊക്കെയാണ് ബീട്രൂട്ട് സീഡിൽ നിന്ന് മുളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഞാൻ എല്ലാ വർഷവും ഇതുപോലെയാണ് ബീട്രൂട്ട് വളർത്തിയെടുക്കാറ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു. ബൈ.